Beef नहीं खाऊंगी. 450 കിലോ ഉള്ള ബീഫും മേടിച്ച് സ്വയം ഇവിടെ നമുക്ക് തന്നെ തിന്നാ തീരില്ല 1 കിലോ ബീഫ്. അപ്പോഴാണ് വേറൊരാളെ വാര് കുത്തിത്തിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. അതല്ലെങ്കിലും ബീഫ് മാത്രം കൊടുക്കരുതെന്നാണ് നാറി ഇത് എഴുതിയനോടാ പറയുന്നത്. പൊറാട്ടയിലും മിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് ആ കുട്ടി. ഇത്ര നാളും എന്നെ മാത്രം ഓർമ്മിച്ചിരുന്ന നിന്നെ എനിക്കെങ്ങനെ മറക്കാൻ പറ്റും? ഇത്രയും വർഗീയത കുത്തി നിറച്ചൊരു ഐറ്റത്തിന് സെൻസർ ബോർഡ് എങ്ങനെ UA16+ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. लेकिन बीफ नहीं खाऊंगी. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സോ? എന്താണാവോ ഈ ട്രൂ ഇവന്റ്സ്? ഇതിൽ കാണിക്കുന്നതൊക്കെ ട്രൂ ആണോ? അതോ നിങ്ങൾ ട്രൂ ആന്ന് പറഞ്ഞ് എഴുതി കാണിച്ച് നോർത്തുള്ളവന്മാരെ പുളകം കൊള്ളിക്കാനാണോ? ഇതിനേക്കാൾ നീളമുള്ള പൂട ഒരുപാട് കണ്ടിട്ടുണ്ടോ ഈ വാഹയിലും അക്കച്ചൻ അങ്ങ് പൂറ്റില്ലേ? മൂക്ക് പൊട്ടിക്കുന്നോ ബീഫ് കുഴച്ച് പൊട്ടിക്കുന്നോ? എന്താ പൊന്നളിയാ, ഇത് എഴുതിയവനെ കൊണ്ടുവാ. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ഇതിന് അപരാധം എന്നാണ് പറയേണ്ടത്, പച്ച അപരാധം. സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിക്കണ്ടാട്ടാ. ബീഫ് കഴിക്കണ ഈ കോമഡി സാധനമൊക്കെ വെച്ചിട്ട് ഈ മതം കൺവേർട്ട് ആവുന്നത് ബീഫ് കഴിക്കുന്നത് തമ്മിൽ എന്ത് വന്നു എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കാതെ എന്നാൽ അതിലേക്ക് കണക്റ്റഡ് ആക്കി കൊണ്ടുവന്ന് ഒരു ഐറ്റം നല്ലോണം മുങ്ങി കുടിക്കണം കേട്ടോ. പഠിച്ചു പഠിച്ച് തലയെല്ലാം പോയിരിക്കുമല്ലോ, ഒന്ന് തണുക്കട്ടെ. ദ കേരള സ്റ്റോറി എന്ന് പറഞ്ഞതിനേക്കാൾ, അതായത് പാർട്ട് 1 ഭീകരത കൂടിയ ഒരു പോയിസൺ ആണ് ഈ 2 എന്ന് പറയുന്നത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല അത്